ൊക്കെ അവസാന യാഗം നടന്ന ആ സ്ഥലമാണ് നമ്മൾ ഈ കാണിക്കുന്നത്, ഈ കാണുന്ന സ്ഥലം. അപ്പൊ അത് അവിടെ വലിയ ഏറ്റവും ശ്രേഷ്ഠ ഗംഭീരമായ പൂജകളൊക്കെ നടന്നതും ഒക്കെ നമ്മൾ മുൻപ് കഥയിൽ അല്ലെ ആശയങ്ങളായി നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇനി അതിനെയൊന്നും നമ്മൾ വിവരിക്കുന്നില്ല. അങ്ങനെ ആ കർമ്മങ്ങളെല്ലാം യാഗശാലയിൽ നടക്കുന്ന ദൃശ്യങ്ങളിൽ നമ്മൾ കാണുമ്പോൾ ആ യാഗശാലയുടെ ആദ്യം കണ്ട ചിത്രത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി മാറുന്നു. അഗ്നിദേവന്റെ കിരണങ്ങൾ അപ്പോഴും പ്രശോഭിതമായി നമുക്ക് തോന്നുന്നു. അതിന് കാരണം എല്ലാം അഗ്നിയിലേക്ക് സമർപ്പിച്ചുള്ള മനുഷ്യന്റെ ആ എല്ലാം അവനിൽ നിന്നും എല്ലാം വെടിഞ്ഞുള്ള ആ ക്രിയകളുടെ ഒക്കെ രൂപാന്തരീകരണം പോലെ നമ്മളെ സ്പർശിക്കുന്നതായി എനിക്ക് തോന്നിയിരിക്കുന്നു. പലപ്പോഴും ഞാൻ എൻ്റെ കാഴ്ചകളൊക്കെ പറയുമ്പോൾ എൻ്റെ ആ കണ്ണുകളിൽ കൂടിയോ എൻ്റെ മനസ്സിൽ കൂടിയോ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അത് മറ്റാരുമായി താരതമ്യം ചെയ്യേണ്ട കാര്യമേ ഇല്ല. കാരണം ഒരു വ്യക്തിക്ക് ആ